ആശാസമരത്തിന് INTUC പിന്തുണ കൂടി എത്തിയിരിക്കുകയാണ്. ആശാസമരത്തിൽ INTUC അവസാന ഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ ഒരു പിന്തുണയിലേക്ക് പോകാൻ? അവസാന ഘട്ടവും ആരംഭഘട്ടമൊന്നുമില്ല. INTUC ഒരു തൊഴിലാളി സംഘടനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന തന്നെയാണ്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള 12 ഇന ഡിമാൻഡുകളുണ്ട്. അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 ട്രേഡ് യൂണിയനുകൾ ഒപ്പിട്ട് കൊടുത്തേക്കുന്നതാണ്. അതിന് ഉയർത്തിയിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ട്. ആ ഡിമാൻഡുകൾക്ക് വേണ്ടി കഴിഞ്ഞ 12 വർഷം സമരം നടന്നു വരികയാണ്. ഈ അടുത്ത് വരാൻ പോകുന്ന മെയ് 20-നും ദേശീയ പണിമുടക്ക് നടക്കുന്നു. കർഷകരടക്കമെല്ലാം ഒന്നുചേർന്ന് തൊഴിലാളികളും കർഷകരും വലിയ പ്രക്ഷോഭത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള സംഭരിക്കാവുന്ന സകല ഊർജ്ജവും സംഭരിച്ചുകൊണ്ടാണ് തൊഴിലാളി കർഷക ഐക്യം മുന്നോട്ട് പോകുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റിൽ പദ്ധതി തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ഒരു മേഖലയാണ്. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അംഗനവാടി പ്രസ്ഥാനം 50 വർഷം കംപ്ലീറ്റ് ചെയ്തു. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആരോഗ്യ മേഖല, സമഗ്ര ആരോഗ്യ പരിപാലന മേഖല, അതിന്റെ ഭാഗമാണ് ആശാ വർക്കർമാർ. ഇതല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നുമല്ല. അപ്പോൾ ഈ 2 മേഖലയും അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ, സാക്ഷരതാ മിഷൻ, NHM വർക്കേഴ്സ്, ഇങ്ങനെ നിരവധി പദ്ധതി തൊഴിലാളികളുണ്ട്. ആ പദ്ധതി തൊഴിലാളികളെ വാളണ്ടിയർ എന്നാണ് പറയുന്നത്. 10, 15, 20, 30, 40 വർഷമൊക്കെ വാളണ്ടിയറായി നിന്നാൽ രാജ്യത്ത് തന്നെ ഗതി പിടിക്കുമോ? അതുകൊണ്ട് INTUCക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഒരു 5 വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്നവരെ, ആ മേഖലയിലെ ജനങ്ങൾക്കിത് സ്ഥിരമായ ആവശ്യമുള്ള ജോലിയാണെന്നും അതിനെ പെരിനിയൽ നേച്ചറാണെന്ന് കണ്ടുകൊണ്ട് അവരെ ആ മേഖലയിൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ ശമ്പളം കൊടുത്ത് തൊഴിലാളിയായി അംഗീകരിക്കണമെന്നുള്ളതാണ് INTUCയുടെ നിലപാട്. അപ്പോൾ ഇവിടെ ആശാ വർക്കർമാരുടെ SUCI കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ സംഘടന, ആൾ ഇന്ത്യ UTUC, അവർ ഈ കേന്ദ്ര സംഘടനകളുടെ ഐക്യത്തിലുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അവർ ഒരു പ്രത്യേക ഡിമാൻഡ് വെച്ചുകൊണ്ട് ഈ കൂട്ടു സംഘടനകളുടെ ഒന്നും പറയാതെ, ഒരു കൺസൾട്ടേഷൻ നടത്താതെ അവരൊരു സമരം ആരംഭിച്ചു. പിണക്കമല്ലല്ലോ. അവർ അങ്ങനെ സമരം ആരംഭിക്കുമ്പം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഞങ്ങളെല്ലാം ഓടി അങ്ങി എന്ന് പിന്തുണ കൊടുക്കുക, അങ്ങനെ പറയുന്ന ഒരു അന്യായമാണല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാ സംഘടനകൾക്കും അവരുടേതായ നിലപാടുകളും സംഘടനകളും പ്രസ്ഥാനമല്ലേ, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പിന്തുണ. ഇപ്പോൾ ഒരു ചാനലിൽ ഒരു വാർത്ത കൊടുത്ത് നിങ്ങൾ എല്ലാവരും കൂടെ കയറി ആ വാർത്തയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് തൊഴിലാളി പ്രസ്ഥാനത്തിന് അതിന്റേതായ നിലപാടുകളുണ്ട്, അതിന്റേതായ രാഷ്ട്രീയ ബോധമുണ്ട്, അതിന്റേതായ ആശയബോധമുണ്ട്, അതിന്റേതായ നിലപാടുകളുടെ ഘടകങ്ങളും ഘടനകളുമുണ്ട്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു തൊഴിലാളി സമരത്തിൽ അങ്ങനെ ഇന്ത്യയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിച്ചു തരാം. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പിന്തുണ ഈ സമരത്തിന് നൽകുകയും അതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ KC വേണുഗോപാൽ, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ഒരു സുചിന്തിതമായ നിലപാടെടുത്തു. ആ നിലപാടാണ് INTUCക്കുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആ പ്രഖ്യാപിത നയത്തോട് നമുക്ക് യോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ധാർമ്മിക പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. തിരുത്താൻ കേന്ദ്ര ഹൈക്കമാൻഡ് നേതൃത്വം വരേണ്ടി വന്നോ? അല്ലല്ല, അങ്ങനൊന്നുമില്ല. ഹൈക്കമാൻഡ് നേതൃത്വം സെൽഫി പോയിന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഈ സമരവേദിയുടെ ഒരു വിമർശനം. ഒരു വസ്തുതാപരമായ ആ ലേഖനം നിങ്ങൾ വായിച്ചാൽ, വസ്തുതാപരമായ ഒരു ലേഖനം, കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ലേഖനം, സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന അരങ്ങേറുന്ന സമരങ്ങൾ, ആ സമരങ്ങളിൽ പലതും പലതരത്തിലും പലപ്പോഴായി അപഹാസ്യമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായ ഒരു കമന്റ് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ആശാസമരത്തിനോടുള്ള ഒരു കമന്റ് അല്ലത്. അതിനെ തിരിച്ചറിയാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. ആശാവർക്കർമാരുടെ സമരത്തിന് മനസ്സുകൊണ്ട് പിന്തുണ INTUCയുടെ എക്കാലവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, ഒരിക്കലും ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വരെ ആ സമരത്തെ അല്ല, ഒരു സമരത്തെ ഞാൻ നെഗറ്റീവായി കാണാറില്ല, പറയാറുമില്ല. ഞാൻ ഈ സമരത്തിനെ മാനസികമായിട്ട് എപ്പോഴും അതിനോട് എനിക്ക് സിമ്പതിയുള്ള ഒരാളാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പറയുന്നു, ഒരു ചർച്ചാവേദിയിൽ വരണം. സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെട്ടു, രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടിയന്തരമായി ചർച്ച വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ചർച്ച വിളിക്കണം. ആ ചർച്ചയിൽ ഇത് പരിഹരിക്കണം, അതിനുള്ള വഴികൾ ഉണ്ടാക്കണം. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി ഡൽഹി പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയുടെ ഫലമായി ഉരുത്തിരിഞ്ഞു വരുന്ന എന്തെങ്കിലും ആശയങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ലേഖനം, ഈ മാസികയ്ക്കകത്ത് വന്ന ലേഖനമടക്കം വലിയ തോതിൽ ചർച്ചകൾക്ക് ഇട നൽകിയതാണ്. കാരണം ഇക്കാര്യത്തിൽ അവസാനം K മുരളീധരനടക്കം പറഞ്ഞത് ഇതൊരു പിണറായി മേൽവിലാസമുള്ള സംഘടനയായി INTUC മാറ്റരുത് എന്ന വിമർശനം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടാകേണ്ട അവസ്ഥ വന്നു. അത് അദ്ദേഹത്തിന് പിണറായി വിലാസം സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാനെന്തായാലും INTUC പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, കേന്ദ്ര വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഒരു പിണറായി വിലാസം സംഘടന കൊണ്ടു നടക്കുന്ന ആളല്ലെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളനുസരിച്ച് നമ്മുടെ ആളുകൾ, രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിന് ഒന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല.
അത്രേ ഉള്ളൂ. INTUC ആശാ സമരത്തിനോട് ഒപ്പമായിരുന്നു എക്കാലവും മനസ്സുകൊണ്ട്. പക്ഷേ ഇതിനകത്ത് SUCയുടെ ബാനർ വന്നതാണ് ആദ്യഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നതിന് ഒരു തടസ്സമായി നിന്നത്. തീർച്ചയായിട്ടും SUCI കമ്മ്യൂണിസ്റ്റ് എന്ന ബോർഡ് വെച്ച് ആൾ ഇന്ത്യ UTUC എന്ന ട്രേഡ് യൂണിയൻ സംഘടന നടത്തി വരുന്ന സമരത്തിൽ ഒരു INTUC പോലെ ലോകമറിയുന്ന ILO പോലുള്ള സംഘടനകളുടെ ഭാഗമായി ഇന്ത്യയിലുള്ള ഏക സംഘടന, നരേന്ദ്രമോദി അംഗീകരിച്ചില്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന, ആ സംഘടനയൊക്കെ ഓടി അങ്ങി എന്നിട്ട് അയ്യോ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല സ്വാഭാവികമായിട്ടും. പക്ഷെ അവരോടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. സമരത്തിന്റെ നേതാവായി സദാനന്ദനോട് ഞാൻ നിരന്തരമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ട്രേഡ് യൂണിയൻ ഐക്യവേദിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും അവരോടൊക്കെ നിങ്ങൾ ഈ മാധ്യമങ്ങൾ വഴി തന്നെ ആവശ്യപ്പെടുന്നു, ഒരു ചർച്ചയിലേക്ക് കടന്നു വരണം, മാന്യമായ ഒരു ധാരണയുണ്ടാക്കിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. സമരവേദിയിൽ ഉടൻ പോകുമോ? നാളെ INTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി കാര്യമായി ചർച്ച ചെയ്യും. എങ്ങനെ ഈ സമരം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനം കൂടി ഞങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ CIT അടക്കമുള്ള എല്ലാ സംഘടനകളിലും നമ്മൾ ആവശ്യപ്പെടും, ഈ സമരത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സമരവേദിയിലും പോകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിനും INTUCക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണല്ലോ നമുക്കുള്ളത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ പറഞ്ഞു VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പിന്തുണ ആവശ്യപ്പെട്ടു. KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ തന്നോടൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിന്റെ എല്ലാം ഇത് മാനിച്ചുകൊണ്ടാണ് ഒരു ഐക്യപ്പെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോഴും മനസ്സുകൊണ്ട് ഒരു ഐക്യപ്പെടലിന്റെ കാര്യത്തിൽ INTUC സംസ്ഥാന നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടോ? അല്ല, എക്കാലത്തും INTUCയുടെ നിലപാട് അങ്ങനെയാണ്. പാർട്ടി നിലപാടുകളുടെ ഒപ്പം എന്നും എല്ലാ കാര്യത്തിലും നിലപാടെടുക്കുന്ന സംഘടനയല്ല INTUC. പക്ഷേ INTUCക്ക് എപ്പോഴും കോൺഗ്രസ് ആശയമാണ്. കോൺഗ്രസ് രൂപീകരിച്ച ഒരു തൊഴിലാളി സംഘടനയാണ്. അന്ന് മഹാത്മാഗാന്ധി, നിങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്, മഹാത്മാഗാന്ധി തന്നെ അന്ന് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയായിട്ട് നിൽക്കണ്ട എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളി പ്രശ്നങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു തൊഴിലാളി സംഘടന എന്നുള്ള ഉത്തരവാദിത്വത്തിലാണ് INTUC മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ ഗവൺമെന്റുകൾക്കെല്ലാം തൊഴിലാളി സംരക്ഷണ നിയമങ്ങളും ക്ഷേമനിധി പ്രവർത്തനങ്ങളും ESI പ്രോവിഡന്റ് അടക്കം ഉണ്ടാക്കിയ രാമാനുജനെ പോലെ INTUC പ്രസിഡന്റുമാരാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ധാർമ്മിക പിന്തുണയാണ് നമ്മൾ ഇന്ന് ഈ സമരത്തിന് ആശാപ്രവർത്തകർക്ക് കൊടുത്തിട്ടുള്ളത്. ആശാവർക്കർമാരുടെ സമരത്തിന് മുന്നിൽ ഇനി നാളെ മുതൽ INTUCയുടെ നേതൃത്വം ഉണ്ടായിരിക്കും. ആശാ വർക്കർ ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന്റെ മുമ്പിൽ ഞങ്ങളുണ്ടാവും. ഇനി മാറി നിൽക്കുന്ന രീതി ഉണ്ടാവില്ല. ആശാ വർക്കർ ആകണം എന്നുള്ള നിലപാടിൽ ഒന്നാമത്തെ സ്ഥാനത്ത് INTUC ആയിരിക്കും. മനസ്സുകൊണ്ട് ഈ സംഘടന ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം തന്നെയാണ് INTUC എക്കാലവും. അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനും ഒപ്പം തന്നെയാണ് INTUC സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയ R ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. INTUCക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല. ആശാവർക്കർമാരെ ഒരു പാർട്ട് ടൈം ജീവനക്കാരായോ സ്ഥിരം ജീവനക്കാരെയോ അംഗീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് INTUC മുന്നോട്ട് വെക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണ സാറിനൊപ്പം R അരുൺ രാജ്, 24.